ഉസൂലുൻ നഹ്വ് എന്ന ഈ ഒരു വിജ്ഞാന ശാഖ ഇൽമുൽ ലുഗയുടെയും ഇൽമുൽ അദബിൻ്റെയും, ഇൽമുൽ ലുഗ അല്ലെങ്കിൽ ഇൽമുൽ അദബ് എന്ന് പറയുന്ന വിജ്ഞാന ശാഖകളിൽ പ്രധാനപ്പെട്ട ഒന്നായി ബഹുമാനപ്പെട്ട ഇബ്നുൽ അംബാരി അടക്കമുള്ള പലരും എണ്ണിയതായി നമുക്ക് കാണാം. ഇൽമുൽ ലുഗ നമ്മുടെ ദർസി പഠനത്തിൽ ഇൽമു സർഫ് മുതൽ നാം പഠനത്തിന് വിധേയപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ പ്രാധാന്യവും പഠിക്കേണ്ടതിൻ്റെ ആവശ്യകതയും നമ്മുടെ ഇമ്മത്ത് വളരെ കൃത്യമായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ വിഷയത്തിൻ്റെ ഒരു ആമുഖമെന്നോണം ഇൽമുൽ ലുഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഉസ്താദ് നമ്മോട് സംസാരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ മുഫീന അഹ്ദ അമ്മാ ബഅദ്. ആദരണീയരായ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, മുതഅല്ലിമീങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. നേരത്തെ അതിനെ ഉസ്താദ് ഓർമ്മപ്പെടുത്തിയതുപോലെ ഉസൂലുൻ നഹ്വ് നമ്മുടെ രചനകളിൽ നിന്നും പാഠ്യപദ്ധതികളിൽ നിന്നും എന്നല്ല, പണ്ഡിതന്മാരുടെ തന്നെ മനസ്സിൽ നിന്നും ഇല്ലാതെയായി പോയ ഒരു വിജ്ഞാന ശാഖയാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അത് സംബന്ധമായുള്ള ഒരു ചർച്ചയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു ചോദ്യവും മറുപടിയും എന്നതിലുപരി രണ്ടുപേരും തമ്മിലുള്ള ഒരു ചർച്ചയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം റാഹത്താക്കുമാറാവട്ടെ. ആദ്യത്തെ വിഷയമെന്നോണം ഇൽമുൽ ലുഗ. ലോകത്ത് ഇന്നത്തെ കണക്കനുസരിച്ച് 800 കോടിയിലധികം ജനങ്ങൾ 7000 ഭാഷകൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിൽ നിന്ന് ഐക്യരാഷ്ട്രസഭ അംഗീകരിക്കപ്പെട്ട 6 ഭാഷകളാണുള്ളത്. പൊതുവെ ഭാഷ ഇൽമുൽ ലുഗത്ത്, അത് അറബി ഭാഷയായാലും മറ്റു ഭാഷയായാലും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് തന്ന ഒരു വലിയൊരു നിഅമത്താണ്. ഭാഷക്ക് അതിൻ്റെ ഡെഫിനിഷൻ അൽഫാലുൻ യുഅബ്ബിറു ബിഹാ കുല്ലു ഖൗം അൻ മഖാസിദിഹിം. ജനങ്ങൾ അവരുടെ ആവശ്യ ലക്ഷ്യങ്ങൾ മറ്റുള്ളവർക്ക് കൈമാറാൻ വേണ്ടി, മെസ്സേജ് കൈമാറാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന വാക്കുകൾ, സംസാരങ്ങൾ, ഇതാണല്ലോ ഭാഷ. ഏത് ഭാഷയാണെങ്കിലും മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ലുഗത്ത് അറിയില്ല എങ്കിൽ മറ്റുള്ള ജ്ഞാനത്തെക്കുറിച്ചൊക്കെ എല്ലാ അറിവുകളും അവനക്ക് അജ്ഞാതമായി പോവുകയാണ്. പക്ഷേ ഈ ഭാഷകളിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷയാണ് അറബി ഭാഷ. അറബി ഭാഷ പഠിക്കൽ കൊണ്ട് നമുക്ക് ഏത് വിജ്ഞാന ശാഖയാണെങ്കിലും, തഫ്സീർ, ഹദീസ് തുടങ്ങിയുള്ള ഏത് ശാഖകളും പഠിക്കാനും പഠിപ്പിക്കാനും രചനകളിൽ നിന്ന് കണ്ടെത്താനൊക്കെ അതിനൊക്കെ വസീല ആയിട്ടാണ് പണ്ഡിതന്മാർ അതിനെ പരിചയപ്പെടുത്തിയത്. വമല്ലം യഅലമിൽ ലുഗ ഫലാ സബീല ലഹു ഇലാ തഹ്സീലിൽ ഉലൂം. മറ്റുള്ള അറിവുകളൊന്നും പഠിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇൽമുൽ ലുഗ അസ്ലുൽ ഉലൂം, എല്ലാ ഇൽമുകളുടെയും ഹെഡ്, മെയിൻ, അസ്ലായിട്ട് പണ്ഡിതന്മാർ ഇൽമുൽ ലുഗത്തിനെ പരിചയപ്പെടുത്തിയതായി കാണാം. അപ്പോൾ ശരീഅത്തിൻ്റെ അറിവുകൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇൽമുൽ ലുഗത്ത്, ഭാഷ, അറബി ഭാഷ പഠിക്കൽ അത്യാവശ്യമാണ്.
ഭാഷ തന്നെ വ്യത്യസ്ത ശാഖകളിലായി. അറബി ഭാഷയിൽ അതിൻ്റെ വ്യാകരണ നിയമപ്രകാരം സംസാരിക്കുക എന്നത്, സാഹിത്യം സംസാരിക്കുക എന്നത് അറബികളെ സംബന്ധിച്ചിടത്തോളം അതൊരു അവരുടെ പ്രകൃതിയിലൂട്ടപ്പെട്ട ഒരു വിശേഷണമായിരുന്നു. പിന്നീട് വിവാഹബന്ധങ്ങളും കച്ചവടം, ബിസിനസ് മുഖേന അറബികളും അനർബികളും കൂടിക്കലർന്ന കാരണത്താൽ അതിൽ പിഴവുകൾ സംഭവിച്ചു. അങ്ങനെ അത് ശരിപ്പെടുത്താൻ വേണ്ടി വ്യത്യസ്ത ശാഖകളിലായി 12ഓളം വിജ്ഞാന ശാഖകൾ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് അൽ ഫുനൂനുൽ അദബിയ, അൽ ഉലൂമുൽ അറബിയ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന വിജ്ഞാന ശാഖകൾ. ഈ ശാഖകളിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട മഹത്വമുള്ള ഫഅജല്ലുഹ വഅഅലമുഹ വഅശ്റഫുഹ ഇൽമുൻ നഹ്വ് എന്ന് പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയതായി കാണാം. അതാണ് അടിത്തറ. അതുകൊണ്ട് തന്നെ അതിൽ ഇൽമുൽ നഹ്വിനുള്ള ഉസൂലാണ് നമ്മുടെ ചർച്ചാ വിഷയം. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രാധാന്യം നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്നതാണ്. ഇൽമുൽ ലുഗയുടെ ആവശ്യകതയെക്കുറിച്ച് പ്രതിപാദിക്കപ്പെട്ടു. ഫുനൂനുൽ അദബിലെ വളരെ പ്രധാനപ്പെട്ട ഇൽമാണ് നഹ്വ്. നമ്മുടെ ദർസി സിലബസുകളിൽ അവാമിൽ മുതൽ നഹ്വ് പഠനം ആരംഭിക്കുന്നുണ്ടെങ്കിലും ഉസൂലുൻ നഹ്വ് എന്നുള്ള വിജ്ഞാന ശാഖ പൊതുവിൽ പലർക്കും അജ്ഞാതമായി കിടക്കുന്ന ഒരു വിജ്ഞാന ശാഖയാണെന്ന് പറയാം. അതുകൊണ്ട് ഉസൂലുൻ നഹ്വ് എന്നതിനെക്കുറിച്ചുള്ള ഒരു ക്ലാരിഫിക്കേഷൻ, ഒരു വ്യക്തത ആവശ്യമാണ്. ഫിഖ്ഹിൻ്റെ അടിത്തറയായ ഉസൂലുൽ ഫിഖ്ഹ് പൊതുവിൽ നമ്മുടെ സിലബസുകളിൽ പഠനം നടത്താറുണ്ട്. ഈ ഉസൂലുൻ നഹ്വും ഉസൂലുൽ ഫിഖ്ഹും അഭേദ്യമായ വല്ല ബന്ധങ്ങളും ഉണ്ടോ? അതല്ല, ഉസൂലുൻ നഹ്വ് എന്നത് മറ്റൊരു മുസ്തഖില്ലായ വിജ്ഞാന ശാഖ തന്നെയാണോ? ഉസൂൽ ഫിഖ്ഹുമായി യാതൊരു ബന്ധവും പുലർത്താത്ത സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വിജ്ഞാന ശാഖ തന്നെയാണോ? രണ്ടും രണ്ട് വിജ്ഞാന ശാഖകൾ, മുസ്തഖിലായ ശാഖകൾ തന്നെയാണ്. ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി ഇത് സംബന്ധമായി രചിക്കപ്പെട്ട ഗ്രന്ഥമാണ് അൽ ഇഖ്തിറാഉ ഫി ഉസൂലുൻ നഹ്വ്. അതിൽ പറഞ്ഞതായി കാണാം, ഉസൂലുൻ നഹ്വി ബിൻ നിസ്ബത്തി ഇലൻ നഹ്വ് ക ഉസൂലുൽ ഫിഖ്ഹി ബിൻ നിസ്ബത്തി ഇലൽ ഫിഖ്ഹ്. ഫിഖ്ഹ് കർമ്മശാസ്ത്രത്തിന് ഉസൂലുൽ ഫിഖ്ഹുമായി എത്രത്തോളം ബന്ധമുണ്ടോ അതുപോലെയാണ് നഹ്വും ഉസൂലുൻ നഹ്വുമായിട്ടുള്ള ബന്ധം. എന്നല്ല, ഉസൂലുൻ നഹ്വിന് പറഞ്ഞ നിർവചനം തന്നെ ഉസൂൽ ഫിഖ്ഹിന് സാധാരണ ജമുൽ ജവാമി പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ പറയപ്പെടുന്ന നിർവചനം ദലായിലുൽ ഫിഖ്ഹിൽ ഇജ്മാലിയ വഖീല മഅരിഫത്തുഹ, അതേപോലെ തന്നെ വൽ ഉസൂലി വൽ ആരിഫു ബിഹ വബി തുറുഖി ഇസ്തിഫാത്തി വ മുസ്തഫീദിഹ. ഇത് തന്നെയാണ് ഉസൂലുൻ നഹ്വിൻ്റെയും നിർവചനം. അതായത് അവിടെ മൗലു എന്ന് മാറുമെന്നർത്ഥം. നേരത്തെ ഉസൂലുൽ ഫിഖ് ദലായിലുൽ ഫിഖ്ഹിൽ ഇജ്മാലിയ ആണെങ്കിൽ ഉസൂലുൻ നഹ്വ് ദലായിലുൻ നഹ്വിൽ ഇജ്മാലിയ. വഖീല മഅരിഫത്തുഹ വൽ ഉസൂലിയു, നഹ്വി ഉസൂൽ അറിയുന്ന ആളെന്ന് പറഞ്ഞാൽ വൽ ഉസൂലിയു അൽ ആരിഫു ബിഹ വബി തുറുഖി ഇസ്തിഫാത്തിഹ വ മുസ്തഫീദിഹ. അപ്പോൾ ഉസൂലുൽ ഫിഖ്ഹും ഉസൂലുൻ നഹ്വും തമ്മിലുള്ള വ്യത്യാസം, ഉസൂലുൻ നഹ്വിൽ അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് നഹ്വിൻ്റെ കായിദകൾക്കും നിയമങ്ങൾക്കും അടിസ്ഥാനമാക്കിയുള്ള അടിസ്ഥാന തെളിവുകൾ. ഉസൂലുൽ ഫിഖ് ആണെങ്കിൽ ഫിഖ്, ഇപ്പോൾ സാധാരണ ഉസൂലുൽ ഫിഖ്ഹിന് കിതാബ്, സുന്നത്ത്, ഇജ്മാ, ഖിയാസ്, ഇസ്തിസാബ് എന്നൊക്കെ പറയാറുണ്ട്. ഇത് തന്നെയാണ് എന്തിനും അടിസ്ഥാനമാക്കിയിട്ടുള്ളത് ഉസൂലുൻ നഹ്വിനും. അപ്പോൾ ഉസൂലുൽ ഫിഖ്ഹും ഉസൂലുൻ നഹ്വും വലിയ ബന്ധമാണ്. അതുകൊണ്ട് തന്നെയാണ് ഉസൂലുൻ നഹ്വിൽ അത് സംബന്ധമായി രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിലൊക്കെ സാധാരണ ഉസൂലുൽ ഫിഖ് ചർച്ച ചെയ്യപ്പെടുന്നത് പോലെ തന്നെ കിതാബ്, സുന്നത്ത്, ജമുൽ ജവാമിയിലൊക്കെ ഒന്നാം കിതാബ് തന്നെ, ഒന്നാം ബാബ് തന്നെ അൽ കിതാബ് ഖുർആനാണ്. സുന്നത്ത്, ഇജ്മാ, ഖിയാസ്, ഖിയാസിൻ്റെ റുക്കുനുകൾ, മസാലിക്കുൽ ഇല്ലത്ത്, ഖവാദിഹ്,
ഷുറൂത്ത്, അസ്ല്, ഫർഅ്, ജാമി, ഇല്ലത്ത്, ഇത് അതേപോലെ തന്നെ ഇസ്തിസ്ഹാബ്, തആറുദ്, തറാജിഹ്, സബ്ർ, തഖ്സീം, ഉസൂലുൽ ഫിഖ് എന്തെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ അത് എല്ലാം ഒന്നും ഒഴിവാക്കാത്ത രൂപത്തിൽ തന്നെ ഉസൂലുൽ നഹ്വിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഉസൂലുൽ നഹ്വും ഉസൂൽ ഫിഖും നല്ല വലിയ അലാഖത്തുൻ ഉല്യ, നല്ല ബന്ധം തന്നെയുണ്ട്. ഉസൂലുൽ നഹ്വിൽ അവിടെ ചർച്ച ചെയ്യുമ്പോൾ നഹ്വിന്റെ ഉസൂലാണെങ്കിൽ ഉസൂൽ ഫിഖിൽ ഫിഖിന്റെ ഉസൂലാണല്ലോ. ഉസൂലുൻ നഹ്വ് നഹ്വിന്റെ അദില്ലത്താണല്ലോ. അപ്പം നഹ്വിന്റെ ഖവാഇദകൾ രൂപപ്പെടുത്തിയെടുക്കണമെങ്കിൽ ആദ്യം ഉസൂൽ സ്ഥാപിക്കേണ്ടതാണ്. ഫിഖിന്റെ അദില്ലത്ത് ഉസൂൽ ഫിഖ് ആയതുപോലെ ഫിഖാകുന്ന ഫുറൂഇയാത്ത് നിർമ്മിച്ചെടുക്കാൻ അദില്ലത്താകുന്ന ഉസൂലുൽ ഫിഖ് ആവശ്യമാണ്. ഇൽമുൻ നഹ്വിന്റെ ഉത്ഭവം നമുക്കറിയാം. ബഹുമാനപ്പെട്ട അബുൽ അസ്വദ് ദുവലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലഘട്ടത്തിൽ തന്നെ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ഉത്ഭവിച്ചിട്ടുണ്ട് എന്നറിയാം. ബഹുമാനപ്പെട്ട അബുൽ അസ്വദ് ദുവലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലഘട്ടത്തിൽ തന്നെ ഉസൂലുൻ നഹ്വ് എന്നുള്ള വിജ്ഞാന ശാഖ ഉത്ഭവിച്ചിട്ടുണ്ടോ? ഫിഖിൻ്റെ ഉത്ഭവം, ഉസൂലുൽ ഫിഖിൻ്റെ ഉത്ഭവം, ഫിഖിൻ്റെ ഉത്ഭവത്തിൻ്റെ ശേഷം ഗ്രന്ഥരചനകൾ ഉത്ഭവിക്കുന്നത് ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലഘട്ടത്തിൽ അരിസാലയോടെയാണല്ലോ. അതിനു മുമ്പ് ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി എല്ലാം തന്നെ ഫിഖിൽ ഗ്രന്ഥരചനകളും വലിയ ചർച്ചകളും അതിനു മുമ്പ് സ്വഹാബത്തിൻ്റെ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഗ്രന്ഥരചന പിന്തിയതുപോലെ ഉസൂലുൻ നഹ്വിൽ നഹ്വിൻ്റെ ഉത്ഭവത്തോടു കൂടെ തന്നെ ഗ്രന്ഥരചന ഉണ്ടായിട്ടുണ്ടോ? അതല്ല, നഹ്വിൻ്റെ ഉത്ഭവത്തിൻ്റെ ശേഷം പിൽക്കാലത്താണോ ഗ്രന്ഥരചന ഉത്ഭവിച്ചിട്ടുള്ളത്? ഫിഖ് എന്നുണ്ടോ അന്നും ഉസൂലുണ്ട്. ഇതേപോലെ തന്നെ നഹ്വ് എന്നു മുതൽക്ക് തുടങ്ങിയ അന്ന് മുതൽക്ക് തന്നെ ഉസൂലുമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് അവിടെ ഒന്ന് വേർതിരിച്ച് പറയാനുള്ളത്, അറബി ഗ്രാമർ അനുസരിച്ച് സംസാരിക്കുക എന്നുള്ളത് അറബികളുടെ പ്രകൃതിയിൽ ഊട്ടപ്പെട്ട വിശേഷണമാണ്. ഇതേപോലെ അന്നത്തെ സ്വഹാബത്തിൻ്റെ കാലത്തും അതിന് ശേഷമുള്ള കാലത്തൊക്കെ ഉസൂല് ക്രോഡീകരിക്കപ്പെടാത്ത രൂപത്തിൽ തന്നെ അവർക്ക് നഹ്വ്, വ്യാകരണശാസ്ത്രം പറയാനും സംസാരിക്കാനൊക്കെ അവരുടെ പ്രകൃതിയിൽ തന്നെ ഒരു പ്രത്യേക കഴിവ് അവർക്കുണ്ടായിരുന്നു. മഹാനായ അബുൽ അസ്വദ് ദുവലി റളിയല്ലാഹു അൻഹുവാണ് മശ്ഹൂറായ അഭിപ്രായപ്രകാരം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം നഹ്വിൻ്റെ വാളി അന്ന് മുതൽക്ക് തന്നെ അവരുടെയും അവരുടെ ശിഷ്യന്മാരുടെയും സംസാരങ്ങളിൽ തന്നെ ഉസൂൽ നഹ്വ് കടന്നു വന്നിട്ടുണ്ട്. പക്ഷേ ഒരു ഗ്രന്ഥരചന അന്ന് നടന്നിട്ടില്ലായിരുന്നു, ഒരു ക്രോഡീകരണം നടന്നിട്ടില്ല. എന്നാൽ മഹാനായ ഇമാം സീബവൈഹി, നഹ്വിലെ ഹദാമി എന്നറിയപ്പെടുന്ന മഹാനായ ഇമാം സീബവൈഹി റഹ്മത്തുള്ളാഹി അലൈഹി അൽ കിതാബി എന്ന പേരിൽ ഒരു വലിയ ഗ്രന്ഥം തന്നെ രചിച്ചിട്ടുണ്ട്. മഹാനായ ഇമാം സീബവൈഹി വളരെ ചെറുപ്പത്തിൽ വഫാത്തായ വലിയ മുവഫഖായ വലിയ ഇമാമാണ്, നഹ്വിൽ അറിയപ്പെട്ട ഇമാമാണല്ലോ. ഈ ഇമാം സീബവൈഹി അൽ കിതാബി എന്ന പേരിൽ ആദ്യം വലിയ ഗ്രന്ഥമുണ്ടാക്കിയെങ്കിലും ഭാര്യയുമായിട്ട് കൂട്ടുജീവിതം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ചെലവഴിക്കാൻ കഴിയാത്തത് കൊണ്ട് അവിടുത്തെ ഭാര്യ തന്നെ അൽ കിതാബ് എന്ന ആ കിതാബിനെ ചുട്ട് കരിച്ചതായി ചരിത്രങ്ങളിൽ കാണുന്നുണ്ട്. പിന്നീട് രണ്ടാമത് ക്രോഡീകരിക്കപ്പെട്ടതാണ്. പക്ഷേ അതിന് പേര് വരെ നൽകാൻ സീബ ഇമാമിനക്ക് അതിന് സമയം കിട്ടിയിട്ടില്ല. ഏതായാലും ഈ വലിയ വിശാലമായ ഈ അൽ കിതാബി എന്ന പേരിൽ പിന്നീട് പരിചയപ്പെടുത്തപ്പെട്ട ആ ഗ്രന്ഥത്തിൽ കുറഞ്ഞ ഭാഗത്തൊക്കെ ഉസൂല് പ്രതിപാദിച്ചിട്ടുണ്ട്, അതിൽ വന്നിട്ടുണ്ട്. എന്നാൽ ഉസൂലുൻ നഹ്വ് എന്ന പേരിൽ ഒരു കിതാബ് ആദ്യമായി ഉണ്ടാക്കിയത് മഹാനായ ഇബ്നു സറാജ് റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. ആ പേരിൽ അതിൽ ഉസൂലുണ്ടോ എന്നത് മറ്റൊരു വിഷയമാണ്. ആദ്യമായി ഉസൂല് വിശദീകരിക്കപ്പെട്ടുകൊണ്ട് ആദ്യമായി ഗ്രന്ഥരചന നടത്തിയത് മഹാനായ ഇമാം ഇബ്നു ഗിനി, ഹിജറ 396 വഫാത്ത് ഇബ്നു ഗിനിയാണ്. അൽ ഖസായിസ് എന്ന പേരിൽ
അതിനു മുമ്പ് ഇത് സംബന്ധമായി രചന നടന്നിട്ടില്ല എന്ന് മഹാനവറുകൾ തന്നെ അതിൻ്റെ തുടക്കത്തിൽ പറയുന്നുമുണ്ട്. പക്ഷെ അതിൽ തന്നെ ഉസൂല് മാത്രമായിരുന്നില്ല, ഭാഗങ്ങളും ഉസൂല് ചർച്ചയുണ്ടെങ്കിലും അതിലും നെഹ്വ് സംബന്ധമായ പല ചർച്ചകളും അതിലുണ്ട്. ഒരു മുസ്തഖില്ലായ കിതാബ്, ഉസൂല് സംബന്ധമായ ഒരു മുസ്തഖില്ലായ കിതാബ് ഉണ്ടാക്കുന്നത് മഹാനായിരിക്കുന്ന അബുൽ ബറക്കാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇബ്നുൽ അംബാരി റഹ്മത്തുള്ളാഹിൽ ലുമഉൽ അദില്ല ഫി ഉസൂലിൻ നഹ്വ്, ഒരു മുസ്തഖില്ലായ ആദ്യമായി ഉസൂലുൻ നഹ്വിൽ ഒരു ഗ്രന്ഥ രചന നടത്തുന്നത് ഇബ്നുൽ അംബാരി തങ്ങളാണ്. ചില ആളുകൾ പറഞ്ഞു അതിന് മുമ്പ് രചന നടന്നിട്ടുണ്ട്, ഇബ്നു ഗിനി നടത്തിയിട്ടുണ്ടെങ്കിലും അത് മുസ്തഖില്ലായ രചന ആയിരുന്നില്ല. ഇബ്നുൽ അംബാരി തങ്ങളാണ് മുസ്തഖില്ലായ ഒരു കിതാബ് ആദ്യമായി രചിച്ചത് എന്ന് ചരിത്രങ്ങൾ കാണാം. അൽ ഉസൂലു ഫിൻ നഹ്വ് ബഹുമാനപ്പെട്ട ഇബ്നു സർറാജ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ രചന ബഹുമാനപ്പെട്ട ഇബ്നു ഗിനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുമ്പ് തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഉസൂലും ഫിൻ നഹ്വിൽ അല്ല എന്ന് ഉസ്താദ് പരാമർശിക്കുകയുണ്ടായി. അവിടുത്തെ ഉസൂല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ഉസൂലു ഫിൻ നഹ്വ് എന്ന ആ കിതാബ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, 2 വാള്യങ്ങളിലായി വിശാലമായൊരു രചന തന്നെയാണ്. അതിൽ നോക്കിയാൽ ഉസൂല് സംബന്ധമായ ചർച്ചകൾ ഇല്ല എന്ന് പറഞ്ഞാൽ തെറ്റാകില്ല. മഹാനവർ അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഉസൂല് എന്ന ഖവായിദുൻ നഹ്വാണ്. അത് നോക്കിയാൽ തന്നെ ഏവർക്കും മനസ്സിലാവുന്നതാണ്. അതിൽ ഉസൂല് സംബന്ധമായ ചർച്ചയില്ല എന്നല്ല പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞത്. ഫലം യുലമ്മിൻ ഫിഹി ഇല്ല അറഫന വർഫൈന, കുറഞ്ഞ അല്ലറ ചില്ലറ ചെറിയ ഭാഗങ്ങൾ മാത്രം ഉസൂല് ചർച്ച ചെയ്തു എന്നതല്ലാതെ അതിൽ മഹാനവർ ഉടനീളം ആദ്യം മുതൽ അവസാനം വരെ പറയുന്നത് ഖവായിദുൻ നഹ്വാണ്. അപ്പൊ ഇബ്നു സർറാജ് തങ്ങൾ അൽ ഉസൂലു ഫിൻ നഹ്വ് എന്ന പേരിൽ ഒരു രചന നടത്തി. അതിൽ സ്വൽപ്പ വിഷയങ്ങൾ ഉസൂല് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ കിതാബ് നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നത് ഇബ്നു സർറാജ് തങ്ങൾ അൽ ഉസൂലു ഫിൻ നഹ്വ് എന്നതുകൊണ്ട് ഖവായിദുൻ നഹ്വാണ് ഉദ്ദേശിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. അത് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുമുണ്ട്. അതുകൊണ്ടായിരിക്കാം ബഹുമാനപ്പെട്ട ഇബ്നു സർറാജ് റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് പൊതുവിൽ പരാമർശിക്കുന്നൊരു പ്രയോഗമുണ്ടല്ലോ, മാസാലൻ നഹ്വു മജ്നൂനൻ ഹത്താ അഖലഹു ഇബ്നു സർറാജ് ബി ഉസൂലിഹി. ബഹുമാനപ്പെട്ട ഇബ്നു സർറാജ് റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ ഉസൂലി എന്ന് പറയുന്ന ഗ്രന്ഥരചന കൊണ്ട് നഹ്വിനെ തെർത്തീബാക്കിയത് ശേഷമാണ് നഹ്വിനൊരു തെർത്തീബ് വന്നത് എന്ന അർത്ഥം വരുന്ന അയിമത്തിൻ്റെ ഈ ഒരു പ്രയോഗം ഒരു പക്ഷേ അൽ ഉസൂലു ഫിൻ നഹ്വ് എന്നത് നഹ്വിൽ രചിക്കപ്പെട്ടതാണ് എന്നതിലേക്കുള്ളൊരു സൂചന ഉണ്ടായിരിക്കില്ല, ഉണ്ട് എന്നാണ് പണ്ഡിതന്മാർ വ്യക്തമാക്കിയത്. മാത്രമല്ല ചില ആളുകൾ ആദ്യമായി രചന നടത്തിയത് ഇബ്നു സർറാജ് തങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ചില ആളുകൾ അതിനെ ജമ്മ് ചെയ്തത് ആദ്യം ഉസൂൽ സംബന്ധമായി രചനയിലൂടെ സംസാരിച്ചത് കുറഞ്ഞ ഭാഗമാണെങ്കിൽ ഇബ്നു സർറാജ് തങ്ങളാണ്, പിന്നീട് അതിനെ വിശാലപ്പെടുത്തിയതാണ് ഇബ്നു ഗിനി തങ്ങൾ. മുസ്തഖില്ലായ കിതാബ് ആയിട്ട് ഉണ്ടാക്കിയത് ആരാണ്? ഇബ്നുൽ അംബാരി തങ്ങളാണ്. അപ്പൊ നമുക്ക് അങ്ങനെ പറയാം, ആദ്യമായി ഉസൂൽ സംബന്ധമായി രചനയിലൂടെ സംസാരിച്ചത് ഇബ്നു സർറാജ് തങ്ങളാണ് എന്നും അത് ഒന്ന് വിപുലപ്പെടുത്തിയത് വിശാലമാക്കിയത് ഇബ്നു ഗിനിയാണ് എന്നും മുസ്തഖിലായ സ്വന്തം കിതാബായി രചിച്ചത് ആരാണ്? ഇബ്നുൽ അംബാരി തങ്ങളാണ് എന്ന് നമുക്ക് ഈ ചർച്ചയിൽ നമുക്ക് മനസ്സിലാക്കാം. ഉസൂലുൻ നഹ്വ് എന്ന വിജ്ഞാന ശാഖയെക്കുറിച്ച് ചെറിയ ഒരു അവബോധം വന്നിട്ടുണ്ടായിരിക്കും. എന്നാൽ പൊതുവിൽ നഹ്വിൻ്റെ ഖവായിദാകുന്ന കുല്ലു ഫായിലും മർഫൂഅ് ഇത്തരത്തിലുള്ള ഒരു ചർച്ചയാണോ ഉസൂലുൽ നഹ്വിൽ വരുന്നത്? അതല്ല, മറ്റു വേറെ ഏതെങ്കിലും രൂപത്തിലുള്ള ചർച്ചയാണോ? ഉസൂലുൻ നഹ്വിലെ ചർച്ചകൾ ഏത് രൂപത്തിലാണ് വരുന്നത്? നഹ്വിലുള്ള ചർച്ചയാണ്. ഇപ്പം മഅരിഫയും നക്കിറയും ഒരു കലാമിൽ ഒരുമിച്ച് കൂടിയാൽ മഅരിഫാനെ മൂത്തയാക്കണമെന്നും നക്കിറാനെ ഖബറാക്കണമെന്നും ഒരു ഖായിദ. അതേപോലെ തന്നെ നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ കുല്ലു ഫായിലും മർഫൂൻ. അതേപോലെ മഅരിഫകൾക്ക് ശേഷം ലർഫ് ജാറു മജ്റൂർ വന്നാൽ ഹാലായിട്ടും നക്കിറകൾക്ക് ശേഷം സിഫത്തായി. ഇതൊക്കെയാണ് നഹ്വിലെ ഖായിദ. ഉസൂലുൻ നഹ്വിലെ ഖായിദ അത് ദലീലുമായി സംബന്ധമായ ചർച്ചയാണ്. സ്വഹീഹായ സമാഅ് അസ്സമാഉ സ്വഹീഹു ഹുജ്ജത്തുൻ ഫി ഇസ്ബാത്തിൽ ഹുക്മി നഹ്വി. നഹ്വിയായ ഹുക്ം സ്ഥിരപ്പെടുത്താൻ ഹുജ്ജത്താണ്, നഹ്വിയായ ഹുക്ം സ്ഥിരപ്പെടുന്ന ഹുജ്ജത്താണ് സ്വഹീഹായ സമാഅ്. അതേപോലെ തന്നെ മുജ്മഅൻ അലിയായിരിക്കുന്ന ഒരു കാര്യമുണ്ട്,
ഇഖ്തിലാഫുള്ള കാര്യമുണ്ടെങ്കിൽ മുജ്മഅൻ അലൈഹിയായിരിക്കുന്ന കാര്യം കൊണ്ട് അമൽ ചെയ്യപ്പെടണം. യുഅമലു ബിൽ മുജ്മഅ അലൈഹി ഇൻദ തആറുളിഹി മഅൽ മുഖ്തലിഫി ഫീ. അതേപോലെ തന്നെ മറ്റ് ദലീലുകൾ തമ്മിൽ എതിരായി കഴിഞ്ഞാൽ ഏത് ദലീലിനെ മുന്തിക്കണം. ഇത് സംബന്ധമായുള്ള ചർച്ചയെ ഖായിദയാണ് ഉസൂൽ നഹ്വിൽ ഉണ്ടാവുക. നമ്മുടെ ജമ്മുൽ ജവാമിയിലുള്ള ഉസൂൽ ഫിഖ് സംബന്ധമായ എന്തെല്ലാം ഖായിദകൾ വരുന്നോ ആ ഖായിദകൾ തന്നെയായിരിക്കും ഉസൂൽ നഹ്വിലും വരിക. ചില ആളുകൾ മനസ്സിലാക്കിയതുപോലെ ഖവായിദാണ് ഉസൂല് എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അത് ശരിയല്ല. ഉസൂല് തന്നെയാണ്. സാധാരണ നാം നഹ്വ് കിതാബിലൊക്കെ ഉണ്ടാകുന്നത് ഖവായിദുൻ നഹ്വാണ്. അതിന് സ്വീകരിച്ച ഉസൂല് ദലീലുകളാണ് ഇതിലുള്ളത്, ഉസൂൽ നഹ്വിലുള്ളത്. അവ രണ്ട് ഖായിദ തന്നെയാണ്. ഈ ഒരു ഫന്ന് പഠിക്കുന്നതിന് പ്രത്യേക ഫായിദകൾ എന്തെങ്കിലും ഉണ്ടോ? അതും ഒരു മനസ്സമാധാനം കിട്ടും. പിന്നെ മെഹലൻ തഖ്ലീദ് അത് ഒഴിവായിട്ട് അതിനുള്ള നമുക്ക് ചില വിഷയങ്ങൾ പറയുമ്പോൾ നമുക്കൊരു മനസ്സമാധാനം, ഒരു മനസ്സിനൊരു ശാന്തിയും. മെഹലൻ തഖ്ലീദിൽ നിന്ന് ഒഴിവായി സത്യം ഏതാണ്, ഖത്ത് പേവ ഏതാണെന്നൊക്കെ വേർതിരിക്കാനൊക്കെ നമുക്കത് ഉപകാരപ്പെടും. അല്ലാതെ ഇൻഷാ അല്ലാഹ് ബാക്കി ചർച്ചയിൽ വരും. അതൊരു ഉസൂലി ആയി നഹ്വിയായിരിക്കുന്ന ഖായിദകൾ ഇസ്തിംബാത്ത് ചെയ്യണമെങ്കിൽ പല ശുറൂത്തും ഷർത്തുകളും ഒക്കെ ഉണ്ട്. നമ്മുടെ ഏതുപോലെ തന്നെ ഉസൂലിയിലുള്ള ഷർത്തുകളെ പോലെ തന്നെ. അപ്പം നമുക്ക് അത് സംബന്ധമായി ഒരു മനസ്സമാധാനം കിട്ടും. പിന്നെ നമുക്ക് ഏതൊരു വിഷയം അത് ശരിയാണ്, അത് ഖത്ത അല്ല എന്നൊക്കെ ബോധ്യപ്പെടാനൊക്കെ അത് ഉപകരിക്കും. അതുകൊണ്ട് തന്നെയായിരിക്കാം ഉസൂലുൻ നഹ്വ് ഒരു നമ്മുടെ ദർസുകളിലും സിലബസുകളിലും ഉൾപ്പെടുത്താതെ എന്നാണ് മനസ്സിലാക്കുന്നത്. ഉസൂലുൻ നഹ്വുമായി ബന്ധപ്പെട്ട ഏതാനും ചർച്ചകൾ നമ്മൾ പറഞ്ഞു. ഉസൂലുൻ നഹ്വിൻ്റെ തഅരീഫ് എന്ന് പറഞ്ഞ് വിശദീകരിച്ചാൽ അതിനെക്കുറിച്ചൊരു വ്യക്തത കിട്ടും. വിശദീകരണം ഒന്ന്. ഇൽമുൻ യുബഹസു ഫീഹി അനിൽ അദില്ലത്തിൽ ഇജ്മാലിയ മിൻ ഹൈസു ഹിയ അദില്ലത്തു. അതേപോലെ തന്നെ കൈഫിയത്തുൽ ഇസ്തിലാലി ബിഹ വഹാലിൽ മുസ്തദിൽ. ഇൽമുൻ യുബഹസു ഫീഹി, ഒരു ഇൽമു അതിൽ ചർച്ച ചെയ്യപ്പെടുന്നു. അദില്ലത്തുൻ നഹ്വിൽ ഇജ്മാലിയ, ഇജ്മാലിയായ നഹ്വിന്റെ ദലീലുകളാണ് ചർച്ച. പക്ഷെ ദലീലുകൾ എങ്ങനെ? മിൻ ഹൈസു ഹിയ അദില്ലത്തു. ഖുർആന് എപ്പോഴാണ് ദലീലാവുക? മുത്തവാത്തിറായി ഖിറാത്ത്, അതേപോലെ തന്നെ ഷാദായിരിക്കുന്ന ഖിറാത്ത്, ഇതൊക്കെ തെളിവിന് പറ്റുമോ? അതുപോലെ ഹദീസ് എപ്പോഴാണ് ഇഹ്തിജാജിന് പറ്റുക? ഇത് സംബന്ധമായ നഹ്വിന്റെ ദലീലുകളാണ് ചർച്ച. പക്ഷെ ദലീല് മിന്നൈസിയതില്ലത്തു അല്ലാതെ നാം ചിലപ്പോൾ ചില ഖായിദകൾ ദലീലിൽ ഇസ്തിംബാത്ത് ചെയ്യാറുണ്ട്. അത് തഫ്സീലിയായ ദലീലാണ്. ഇജ്മാലിയ ദലീലിന് തഫ്സീലിയ ദലീൽ ഉണ്ടാവുമല്ലോ. ഇപ്പോ നമുക്ക് പറയാം വത്തഖുല്ലാഹല്ലദീ തസാലൂന ബിഹി വൽ അർഹാം എന്നത് മജ്റൂറായ ലമീറുമേൽ ളാഹിറായ ഇസ്മിനെ അത്ഫ് ചെയ്യുമ്പോൾ ജാറിനെ മടക്കി കൊണ്ടുവരണോ? അതിന് ദലീലായി ആയത്ത് വരെ അത് തഫ്സീലിയായിരിക്കും ദലീലാണ്. അപ്പൊ ഇൽമുൻ യുബ്ഹസു ഫീഹി അൻ അദില്ലത്തിൻ നഹ്വിൽ ഇജ്മാലിയ മിൻ ഹൈസി അദില്ലത്തുഹു കൈഫിയത്തുൽ ഇസ്തിദ്ലാൽ വഹാലിൽ മുസ്തദിൽ. അതേപോലെ തന്നെ ഇസ്തിലാലിന്റെ കൈഫിയത്ത്, ദലീലുകൾ തമ്മിൽ തയ്യാറുള്ളാകുന്ന സമയത്ത് എന്താ ചെയ്യുക, ഏത് ദലീലിനെയാണ് മുന്തിക്കേണ്ടത്? അതേപോലെ തന്നെ മുസ്തദിലിന്റെ ഹാല്, എന്തൊക്കെ ഷർത്തുകൾ, അറബി കലാമുകൾ, ഫസീഹായിരിക്കുന്ന അറബി കലാമുകളൊക്കെ എല്ലാം ഇഹാത്ത് ചെയ്ത് മനസ്സിലാക്കാനും ഹദീസുകൾ പരതി പരിശോധിക്കാനും അതിനൊക്കെ ഉള്ള കഴിവുകൾ, അതുപോലെ ലുഗത്തുമായി നല്ല കഴിവ് മലക്ക ഉള്ളവർക്ക് മാത്രമേ ഉസൂലി മുസ്തദിലി എന്ന ആ സ്റ്റാൻഡേർഡിൽ എത്തുകയുള്ളൂ. അപ്പോൾ മുസ്തദിലിനൊക്കെയുള്ള ഷർത്തുകൾ, ഇസ്തിദ്ലാൽ ചെയ്യുന്ന കൈഫിയത്ത്, അതേപോലെ തന്നെ ദലീലുകൾ, ഇതാണ്. അപ്പോൾ ഇൽമുൻ യുബ്ഹസു ഫീഹി അൻ അദില്ലത്തിൻ നഹ്വിൽ ഇജ്മാലിയ വ കൈഫിയത്തുൽ ഇസ്തിദ്ലാൽ വ ഹാലിൽ മുസ്തദിൽ. ഇജ്മാലിയായ ദലീലുകളെ കുറിച്ചുള്ള പഠനമാണ് ഉസൂലുൻ നഹ്വ് എന്ന് പറഞ്ഞു. ഈ ഇജ്മാലിയായ ദലീല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെല്ലാം ദലീലുകളായി വരാൻ പറ്റും? അതുപോലെ തന്നെ ഈ ദലീലുകളുടെ വൈജാത്യം കൊണ്ടാണല്ലോ വ്യത്യസ്തമായ മദ്ഹബുകൾ രൂപീകരിക്കപ്പെടുന്നത്. ഷാഫി, ഹനഫി, ഹംബലി മദ്ഹബുകളുടെ രൂപവ്യത്യാസങ്ങൾ വരാനുള്ള കാരണം അവരുടെ ഉസൂല് വ്യത്യാസപ്പെട്ടതാണല്ലോ. അതുകൊണ്ട് ഉസൂലുൻ നഹ്വിലും ഇതുപോലെ തന്നെ ബസറ, കൂഫ, ഇങ്ങനെ വ്യത്യസ്തമായ സരണികൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവരുടെ എല്ലാം തന്നെ ഉസൂലുകൾ വ്യത്യാസമുണ്ടോ? ഈ അദില്ലത്തുൽ ഇജ്മാലിയ എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് എന്താണ്? അദില്ലത്തുൽ ഇജ്മാലിയ എന്നതുകൊണ്ട്
അവിടെ ഉസൂലുൻ നഹ്വിന്റെ ഗ്രന്ഥങ്ങൾ എണ്ണിയതായി കാണുന്നത് സമാ, ഖിയാസ്, ഇജ്മാ, ഇസ്തിസ്ഹാബ്. അപ്പോ അതേപോലെ തന്നെ മുത്തഖദ്ദിമീങ്ങൾ എണ്ണിയ സ്ഥലത്ത് സമാ, ഖിയാസ്, അതേപോലെ തന്നെ ഇല്ലത്ത് മാത്രം എണ്ണിയതായി കാണാവുന്നതാണ്. മൊത്തം ദലീലുകൾ നമുക്ക് 4 ആക്കാം. ഇജ്മാലിയ ദലീലുകൾ സമായിൽ തന്നെ ഖുർആന്, അതേപോലെ തന്നെ ഹദീസ്, അതുപോലെ തന്നെ അറബി കലാം, ഇതൊക്കെ അതിൽ കടന്നു വരും. മൊത്തത്തിൽ എണ്ണുകയാണെങ്കിൽ സമാ, ഖിയാസ്, അതേപോലെ തന്നെ ഇജ്മാ, അതിനെ ഇബ്നുൽ അംബാരി തങ്ങളെടുക്കൽ 3 ആയിട്ട് എണ്ണിയതായി കാണാം. അതായത് നഖ്ല്, ഖിയാസ്, ഇസ്തിസാബ്. ഇജ്മാഇനെ ഇബ്നുൽ അംബാരി തങ്ങൾ എണ്ണിയതായി കാണുന്നില്ല. അപ്പൊ ദലീലുകൾ പറയുന്ന സമയത്ത് മൊത്തം 4 ദലീലുകളാണുള്ളത്. ഇവിടെ തന്നെ നേരത്തെ അതിനുസ്താദ് പറഞ്ഞു ബസറ, കൂഫ, ഇവർക്ക് 2 പേർക്ക് മുസ്തഖിലായിരിക്കുന്ന ഉസൂലുകൾ ഉണ്ടോ എന്ന് പറഞ്ഞു. മൊത്തത്തിൽ പറഞ്ഞാൽ പല ഫർക്കുകളുമുണ്ട്. നമുക്കിങ്ങനെ പറയാം, മദ്ഹബുൽ ബസറിയീന അത്തസദ്ദുദു വ മദ്ഹബുൽ കൂഫിയീന അത്തസാഹുലു. ഷാഫി ഇമാമിനെ കുറിച്ച്, ഷാഫി മദ്ഹബിനെ കുറിച്ച് പറയുന്നുണ്ട്, മദ്ഹബു ഷാഫിഈ ഔസഖു, മദ്ഹബു അബി ഹനീഫത്ത അക്സറു, മദ്ഹബു മാലിക്കിൻ ഔസഉ, മദ്ഹബു അഹ്മദ് ബിൻ ഹംബൽ ഔറഉ. ഇതുപോലെ മദ്ഹബുൽ ബസറിയീന അത്തസദ്ദുദു. അപ്പോ ദലീലുകൾ സ്വീകരിക്കുന്ന സ്ഥലത്തൊക്കെ ഒരു കടുംപിടുത്താണ് ആർക്കുള്ളത്? ബസറക്കാർക്കുള്ളത്. അപ്പൊ അവര് മാത്രമല്ല, ബസറ കേന്ദ്രമാക്കിയിട്ടും കൂഫ കേന്ദ്രമാക്കിയിട്ടും 2 മദ്രസ, 2 കോളേജുകൾ ഉണ്ടായിരുന്നു. മഹാനായ, അതും കൂടി ആ ചോദ്യത്തിലുണ്ടല്ലോ, മഹാനായ അബുൽ അസ്വദ് ദ്വലി റളിയല്ലാഹു അൻഹുവാണ് വാലി എന്ന് പറയുന്നു. മഹാനവർ കൂഫക്കാരനാണെങ്കിലും ബസറയിലാണ് ജനിച്ചത്, അതേപോലെ തന്നെ ബസറയിലാണ് ജീവിച്ചത്. അവരുടെ ശിഷ്യന്മാരും എല്ലാം പഠിച്ചതും പഠിപ്പിച്ചതൊക്കെ ബസറയിലായിരുന്നു. ഏകദേശം ഒരു നൂറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് കൂഫയിലേക്ക് നഹു വരുന്നതും ബസറയിൽ നിന്ന് പഠിച്ച ഉസ്താദുമാർ കൂഫയിലേക്ക് വരുന്ന അവിടെ പഠിപ്പിക്കുന്നതൊക്കെ. അങ്ങനെ 2 മദ്രസയായതുകൊണ്ട് 2 പേർക്കും, പിന്നെ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞത് കൊണ്ട് തന്നെ സമാ, ഹദീസുകൾ പരതാനും നേരത്തെ ബസറക്കാർക്ക് ലഭിച്ചതുപോലെ തന്നെ അത്ര സൗകര്യം കൂഫക്കാർക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ സമാഇനിക്കാണ് ബസറക്കാർ മുൻതൂക്കം നൽകാറുള്ളത്. അതേപോലെ ഹദീസുകളിൽ തന്നെ മാനകൾ കൊണ്ട് റിവായത്ത് ചെയ്യുന്ന ഹദീസ് ഉണ്ടാവാം. ലഫ്ള് നിലനിർത്തിക്കൊണ്ട് മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അതേ വാക്ക് തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുണ്ട്. ഇതൊക്കെ പൂർണ്ണമായ രൂപത്തിൽ ലഭിക്കണമെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കാലം അടുത്തിരിക്കണം. അതുകൊണ്ട് തന്നെ തെളിവുകൾക്ക് ബസറക്കാരെ സംബന്ധിച്ചുള്ള പഞ്ചമില്ലായിരുന്നു. അതുകൊണ്ട് അവർ സമായിനിക്കാണ് മുൻതൂക്കം നൽകാറുള്ളത്. ഖിയാസിലേക്ക് ഒരു നിലക്കും കാണില്ല എങ്കിൽ വളരെ ചുരുക്കം ചില സന്ദർഭങ്ങളിൽ മാത്രമാണ് അവർ ഖിയാസിലേക്ക് തെറ്റാറുള്ളത്. കൂഫക്കാരെ സംബന്ധിച്ചിടത്തോളം അതല്ല. അതേപോലെ തന്നെ അറബി കലാം, അതിലും കർശന നിയമമാണ് ബസറക്കാർക്ക് ഉണ്ടായിരുന്നത്. കൂഫക്കാർക്ക് അതിലൊക്കെ തസാഹുലാണ് ഉണ്ടായിരുന്നത്. ദലീലുകളുടെ കൂട്ടത്തിൽ ചില സ്ഥലങ്ങളിൽ സമാ എന്നും മറ്റു ചില സ്ഥലങ്ങളിൽ നഖ്ല് എന്ന് കാണാം. ഇത് 2 കൊണ്ടും ഒന്നെന്നല്ലോ ഉദ്ദേശിക്കുന്നത്. നഖ്ല് എന്ന് പറഞ്ഞാലും സമാ ഫസാഹത്ത് കൊണ്ട് ഉറപ്പുള്ള ആളുകളുടെ കലാമ്. അതിലിപ്പോ ഖുർആൻ ഇപ്പൊ നമുക്ക് ഉറപ്പാം. അപ്പൊ സമാ എന്ന് പറഞ്ഞാലും നഖ്ല് എന്ന് പറഞ്ഞാലും ഒറ്റ വാക്കിൽ അതാണ് ദലീലായി അവിടെ ഗ്രന്ഥങ്ങളിലൊക്കെ എണ്ണിയതായി കാണുന്നെങ്കിലും 3 കാര്യങ്ങൾ അതിൽ കടന്നു വരുന്നുണ്ട്. ഒന്ന് ഖുർആൻ, ഒറ്റവാക്കിൽ പറഞ്ഞാൽ കലാമുമായി യൂസഖ് ബി ഫസാഹത്തിഹി, അതിൽ കലാമുണ്ട്, ഖുർആനുണ്ട്, അതേപോലെ തന്നെ ഹദീസുണ്ട്, അതേപോലെ തന്നെ മൗസൂഖ് ബിഹി ആയിരുന്ന അറബികളുടെ കലാമുമുണ്ട്. ഹദീസ്, ഖുർആന് നമുക്ക് ഓക്കെ, ഖുർആന് ഷാദ്ദായ ഖിറാഅത്താണെങ്കിലും മുതവാത്തിറായ ഖിറാഅത്താണെങ്കിലും ഉസൂൽ ഫിഖ്ഹിൽ വരെ നമ്മുടെ ദലീലായിട്ട് എണ്ണപ്പെടുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഹദീസ് പല മേഖലകളും മഖ്ബൂലും മർദൂദും ഇങ്ങനെ വ്യത്യസ്തമായത് നമുക്ക് കാണാം. അതുപോലെ തന്നെ മഖ്ബൂലിൽ തന്നെ മഅന കൊണ്ടുള്ള റിവായത്ത് വരുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും ലഫ്ളുകൾ റാവിയുടേതായിരിക്കാനുള്ള സാധ്യതകളല്ലേ. അപ്പം അത്തരം ഹദീസുകളും ഈ പറഞ്ഞ ഉസൂലുൻ നഹ്വിൽ ദലീലായിട്ട് വരുമോ? അതായത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്ന്
ഉറപ്പ് കിട്ടുക എന്നാണ് അതിൻ്റെ മാനദണ്ഡം. ഉറപ്പ് കിട്ടിയാൽ നാം അത് ദലീലായി സ്വീകരിക്കും. അതുകൊണ്ട് തന്നെ മുൻഗാമികളുടെ അടുത്ത് ഹദീസുകൾ വല്ലാതെ അവർ ദലീലിന് ഉപയോഗിക്കാതിരിക്കാനായിട്ടാണ് കാണുന്നത്. മഹാനായ ഇബ്നു മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിന്റെ അവരാണ് കൂടുതൽ ഹദീസ് ദലീലായി കൊണ്ടുവന്നത്. അവരതിന് പറയുന്ന കാരണം മയന കൊണ്ടുള്ള റിവായത്താണ് കൂടുതലും ഉണ്ടാവുക. അതിന് അറബികളും അനറബികളും റാവിയായി വരും. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയന കൊണ്ട് റിവായത്ത് പറ്റുമെന്ന അഭിപ്രായമാണല്ലോ പ്രബലമായിട്ടുള്ളത്. മഹാനായ മുത്തനബി സല്ലല്ലാഹു അലൈഹി മയന കൊണ്ട് റിവായത്ത് ലഫ്ള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അതേ ലഫ്ള് തന്നെ റിവായത്ത് ഇത് ലഭിക്കുക എന്നത് അത് നാദിറുൻ ജിദ്ദൻ എന്ന് വരെ പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് മുൻഗാമികൾ പാടെ ആ ഭാഗം ഒഴിവാക്കി. ഇബ്നു മാലിക് തങ്ങൾ അറബി കലാം അല്ല ഹദീസ് വളരെ കൂടുതലായി തെളിവിന് എടുത്തതായി കാണാം. എന്നല്ല ഇമാം ബുഖാരി സ്വഹീഹുൽ ബുഖാരിയിൽ വ്യത്യസ്തമായിരിക്കുന്ന റിവായത്തുകൾ വന്നപ്പോൾ ആ കാലഘട്ടത്തിലുള്ള പല ആളുകളും ഇമാം ബുഖാരി തങ്ങളെ ഇത്തിറാലാക്കി. അവിടെ ഇത് ശരിയാവുന്നതിൽ നഹ്വ് വ്യാകരണ ശാസ്ത്രം തെറ്റാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അത് സംബന്ധമായി വിശാലമായിട്ട് ഗ്രന്ഥം തന്നെ മഹാനായ ഇബ്നു മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ചിട്ടുണ്ട്. എന്നല്ല അത്തരത്തിലുള്ള സംശയമുള്ള ആളുകളെ ഒരുമിച്ച് കൂട്ടിയിട്ട് റിവായത്ത് ശരിയാണ് എങ്കിൽ മയന കൊണ്ടാണെങ്കിൽ പോലും അതിനൊക്കെ നഹ്വ് കൊണ്ട് തന്നെ തെളിവ് പറഞ്ഞതായി ചരിത്രങ്ങളിൽ കാണാവുന്നതാണ്. അപ്പൊ ഹദീസ് സ്വീകരിക്കുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്ന് ഉറപ്പുള്ള ഹദീസ് അതും ഓക്കെ. രണ്ടാമതായി ഫസാഹത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കലാമും അതേപോലത്തെ അറബി കലാമൊക്കെ പഠിച്ചറിഞ്ഞ അതിനെക്കുറിച്ച് വിവരമുള്ള ആളാണ് മയനം കൊണ്ട് റിവായത്ത് ചെയ്യുന്നതെങ്കിൽ അതും സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സമാഇന്റെ തഹ്തില് കലാമുൽ അറബ് വരുന്നുണ്ടല്ലോ. അപ്പോൾ അറബി സംസാരിക്കുന്ന അറബികളായ എല്ലാ ആളുകളുടെയും കലാമ് നമുക്ക് നഹ്വിനക്ക് ദലീലായിട്ട് എണ്ണാൻ പറ്റുമോ? അതല്ല പ്രത്യേകമായ ഖബായിലിൽ പെടുന്ന ആളുകളുടേത് മാത്രമാണോ? അതല്ല പ്രത്യേകം നൂറ്റാണ്ടുകൾക്കുള്ളിൽ ഒതുങ്ങുന്ന പൊതുവിൽ നമ്മുടെ മുജ്തഹിദീങ്ങളുടെ കാലഘട്ടമായിട്ടൊക്കെ ഫിഖ്ഹിൽ എണ്ണപ്പെടാറുന്ന കാലങ്ങളുണ്ടല്ലോ, അതുപോലെ പ്രത്യേകം കാലങ്ങളോ അതല്ല പ്രത്യേകം ഖബായിലോ അങ്ങനെ പ്രത്യേകം എന്തെങ്കിലും മസിയത്ത് ഈ കലാമുൽ അറബിനിക്കുണ്ടോ? കലാമുൽ അറബ് മൗസൂഖ് ഫസാഹത്ത് കൊണ്ട് മൗസൂഖ് ബിഹിയായിരിക്കുന്ന അറബി കലാമാണ് അതിൽ സ്വീകരിക്കപ്പെടുന്നത്. പക്ഷേ ആദ്യ കാലഘട്ടത്ത് ഖാലിസായിരിക്കുന്ന അറബികൾ നേരത്തെ ഓർമ്മപ്പെടുത്തിയതിൽ പ്രകൃതിയിൽ ഊട്ടപ്പെട്ട വിശേഷണമായിരുന്നു. അതുകൊണ്ട് സംസാരിക്കും. അപ്പൊ അവരുടെ കലാമിനെ കുറിച്ച് നമുക്ക് പറയേണ്ടതില്ല. പിന്നീട് മുനാക്കത്ത് വിവാഹവും കച്ചവടവും സംബന്ധമായിട്ട് അറബികളും അനറബികളും കൂടിക്കലരുകയും അതിൽ പിഴവുകളും ലഹനൊക്കെ വർദ്ധിക്കുകയും ചെയ്തപ്പോൾ അവിടെ ഒരു ഖായിദ ഒരു നിയമം ഉസൂലിന് വെക്കേണ്ടി വന്നു. അവർ പറഞ്ഞു ചില കബീലക്കാർക്ക് അവരുടെ ഭാഗത്ത് നിന്ന് വന്നാൽ മാത്രമേ സ്വീകരിക്കപ്പെടുകയുള്ളൂ. മറ്റേത് അറബികളും അനറബികളും ചിലപ്പോൾ അതിനെക്കുറിച്ച് അറിയാത്ത അല്ലെങ്കിൽ അറബി ഭാഷയെക്കുറിച്ച് മനസ്സിലാക്കാത്ത ചില ഭാഷകളൊക്കെ അവരിൽ നിന്ന് വന്നതുകൊണ്ട് ചില ആളുകൾ അവിടെ ലബ്ത്ത് ചെയ്തിട്ടുണ്ട്. ഖൈസ്, തമീം, അസദ്, അതേപോലെ തൊയ്യ് ഗോത്രത്തിൽപ്പെട്ട ചില ആളുകൾ, ഹുദൈൽ, ഇങ്ങനെ ചില ഗോത്രങ്ങൾ ലബ്ത്താക്കിയതായി കാണുന്നുണ്ട്. അങ്ങനെ ലബ്ത്താക്കാൻ കാരണം പിന്നീട് ഇതേപോലെ അറബികൾ കൂടി കലരും മുഖേന എന്തോന്ന് ലഹനും ഹത്തൊക്കെ വന്നത് കൊണ്ടാണ്. താരീഫിൽ നമ്മൾ വിഷയം പറഞ്ഞു അദിലത്തുൻ നഹ്വിൽ ഇജ്മാലിയ എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ അതിലുള്ള പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ഇജ്മാ എന്ന് പറയുന്നത്. ഈ ഇജ്മാ എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് എന്താകുന്നു? അതിനു മുമ്പായിട്ട് കലാമുൽ അറബ് ബഹുമാനപ്പെട്ട ഉസ്താദ് പരിചയപ്പെടുത്തി പ്രത്യേകം ഖബായിൽ ഈ പറയുന്ന ആളുകളിൽ നിന്നാണ് സ്വീകരിക്കേണ്ടത്. ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ഫസീഹായ അറബി പഠിക്കാനായിട്ട് തരത്തിലുള്ള ഹുദൈലുകാരുടെ അടുക്കലൊക്കെ പോയ ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം. പിൽക്കാലത്തുള്ള പലരും ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കലാമും കിതാബുകളൊക്കെ ഹുജ്ജത്താണ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഏതെങ്കിലും നഹ്വിയായ ഉലമാക്കളോ മറ്റു ഇമ്മത്തോ ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി കലാമിൽ നഹ്വിനിക്ക് ഹുജ്ജത്തായിട്ട് എണ്ണാൻ പറ്റുമെന്ന് പറഞ്ഞവരാരെങ്കിലും ഉണ്ടോ?
ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു ലുഗത്തിൽ ഹുജ്ജത്താണ് എന്ന് ലുഗത്തിന്റെ ആളുകളൊക്കെ പലരും പറഞ്ഞതായി കാണാം. മഹാനായ ഇമാം അസ്മഈ റളിയല്ലാഹുവിനെ പോലെയുള്ള പല ആളുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനവർ കാരണം പറഞ്ഞത് ലുഗത്ത് പഠിക്കാൻ വേണ്ടി മാത്രം 20 വർഷത്തോളം ഇമാം ഷാഫി റളിയല്ലാഹുവിന് അതിനു വേണ്ടി സമയം ചെലവഴിച്ചു. പക്ഷെ അവിടെ പറയുന്നുണ്ട്, ഞാനിത് ചെലവഴിച്ചത് കർമ്മശാസ്ത്രപരമായിരിക്കുന്ന കാര്യങ്ങൾ ഇജ്തിഹാദിന് സഹായകമാകാൻ വേണ്ടിയാണ് ലുഗത്ത്. അപ്പോൾ അതിന് വരെ ലുഗത്ത്, അതുപോലെ അറബി ഭാഷ നഹ്വ് പഠിക്കണം എന്ന് മഹാനവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. അതിന് 20 വർഷത്തോളം അതിനുവേണ്ടി ചെലവഴിച്ചു. അപ്പൊ ലുഗത്തിൽ ഹുജ്ജത്താണ് എന്ന് ലുഗത്തിന്റെ ആളുകൾ വരെ എന്ത് ചെയ്തിട്ടുണ്ട്? സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഈ വിഷയത്തിൽ ഹുജ്ജത്താണ്. ചോദ്യത്തിൽ ഉള്ളത് നഹ്വി പണ്ഡിതന്മാർ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നോ? അവരും അനവധി സറഹബിഹി ഗൈറു വാഹിദൻ, നിരവധി ആളുകൾ വ്യക്തമാക്കി. അതിൽപ്പെട്ട ഒരു മഹാനായ അബൂ ഇസ്മാഇൽ മാസിനി റളിയല്ലാഹു അൻഹു 249 വഫാത്തായ ഇമാം സഅലബ് പോലെയുള്ള നഹ്വി പണ്ഡിതന്മാർ ഇമാമിന് ഷാഫി റളിയല്ലാഹുവിനെ കുറിച്ച് ഹുജ്ജത്താണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇജ്മാ എന്നത് നമ്മുടെ തഅരീഫിൽ പരാമർശം വന്നു. ഈ ഇജ്മാ ഫിഖ്ഹിലുള്ള ഇജ്മാക്ക് എല്ലാവർക്കും പരിചയമുണ്ടാകും. നഹ്വിൽ ഇജ്മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ ചർച്ചയിൽ നമുക്ക് മനസ്സിലാകുന്നത്, ഈ വിജ്ഞാന ശാഖ അത് വ്യത്യസ്തമായ, നമ്മിൽ നിന്ന് അന്യമായി കൊണ്ടിരിക്കുന്ന വിജ്ഞാന ശാഖയാണ് എന്ന് തന്നെയാണ്. നേരത്തെ ചോദിച്ചത് ഇജ്മാഇനെ കുറിച്ചാണ്. ഇത്തിഫാഖ് മുജ്തഹിദിൽ ഉമ്മ എന്നാണല്ലോ ഉസൂലുൽ ഫിഖ്ഹിൽ നാം പറയാറുള്ളത്. എന്നാൽ നഹ്വിന്റെ ഉസൂലിലുള്ള ഇജ്മാ എന്ന് പറയുന്നത് അറബികളുടെ ഇജ്മാ എന്ന് പറഞ്ഞവരുണ്ട്. അറബികളുടെ ഇജ്മാ ആകുമ്പോൾ എല്ലാ അറബികളുടെയും കലാം പരിശോധിക്കുക എന്നത് പ്രയാസകരമാണ്. പിന്നീട് ഉസൂലിൽ കാണുന്നത് അൽ മഖ്സൂദ് ബിഹി ഇജ്മാഉൽ ബസറത്തി വൽ കൂഫ, ബസറക്കാരുടെയും കൂഫക്കാരുടെയും ഇജ്മാ ആണ് ഉസൂൽ നഹ്വിൽ ഇജ്മാ ആയി പരിഗണിക്കുന്നത്. ഈ ബസറക്കാര് കൂഫക്കാര് ഇവരുടെ ഇജ്മാ ആണ് ഉസൂലുൻ നഹ്വിൽ ഇജ്മാ ആയിട്ട് പരിഗണിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞു. ഈ ബസറയുടെയും കൂഫക്കാരുടെയും കലാമാണ് ഇജ്മാ എന്ന് പറയാൻ, ഇജ്മാ അവരിൽ മാത്രം ഒതുങ്ങാൻ എന്തെങ്കിലും പ്രത്യേക കാരണം? മദ്ഹബ് 4 ഒതുങ്ങിയതുപോലെ. അപ്പൊ ഈ ചോദ്യത്തിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് ഉസൂലുൽ ഫിഖ് എന്തെല്ലാം ചർച്ചയുണ്ടോ അതൊക്കെ ഇതിലേക്കും കടന്നു വരുന്നുണ്ട് എന്ന് തന്നെയാണ്. ബസറയിലും കൂഫയിലും മാത്രം ഒതുങ്ങാൻ കാരണം എന്താണ്? മദ്ഹബ് 4 ഒതുങ്ങാൻ കാരണം പറയണ്ട, മുദവ്വനായി ഇന്ന് നമുക്ക് കിട്ടിയത് 4ആണ്, അതുകൊണ്ട് 4 ഒതുങ്ങിയത്, അല്ലാതെ വേറെ മദ്ഹബ് ഇല്ലാത്തത് കൊണ്ടല്ല. ബസറ കൂഫ എന്ന് നേരത്തെ സൂചിപ്പിച്ചു. അബുൽ അസ്വദ് ദുവലി റളിയല്ലാഹു അൻഹുവിന്റെ കാലം മുതൽക്ക് അവരുടെ ശിഷ്യന്മാരും ശിഷ്യഗണങ്ങളൊക്കെ ബസറയിൽ ഒരു മദ്രസ കേന്ദ്രമായി ഉസൂല് തദ്വീൻ ചെയ്യുകയും അത് സംബന്ധമായി ചർച്ച ചെയ്യുകയും ചെയ്തു. പിന്നീട് ഒരു 90 അല്ലെങ്കിൽ 100 ഒരു നൂറ്റാണ്ട് ആയ സമയത്ത് അവിടെ ശിഷ്യന്മാർ മറ്റൊരു കോളേജ്, അങ്ങനെ തന്നെ ഓരോ കോളേജ് കൂഫയിലേക്ക് മാറി അവിടെ ഒരു മദ്രസ തുടങ്ങുകയും പിന്നെ അവർക്ക് അവരുടേതായിരിക്കുന്ന ഇസ്തിഖ്ലാൽ വേണമെന്ന് കരുതി അവർ ചില ഉസൂലുകൾ അവരും ഉണ്ടാക്കി. അങ്ങനെ സ്വന്തം അവർക്ക് ഉസൂലുണ്ടായി. ആ ഉസൂലിൽ നിന്നുകൊണ്ട് രണ്ടുപേരും ഇജ്തിഹാദ് നടത്തി. പിന്നീട് ബഗ്ദാദ് കേന്ദ്രമായി മദ്രസ ഉണ്ടായി, കോളേജ് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഉന്ദുറുസി, മിസ്ർ നാട്ടിലൊക്കെ മദ്രസകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവരുടെ മദ്ഹബ് പരിശോധിച്ച് നമ്മൾ സബഈയായ കാര്യങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തിയെടുത്ത് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങൾ ബൈദാവിയിൽ തന്നെ 8 എന്ന് കാണാം. മഷ്ഹൂറായത് 7 ആണല്ലോ. അതിന് പറയുന്നത് 8ാമത്തെ ഖിറാഅത്ത് അത് 7ൽ ഒതുങ്ങും. അവര് ആ എല്ലാം കൂടി ഒരുമിച്ച് കൂടിയത് 8ാമത്തേതാണ്. അതിൽ ഓരോ ഖിറാഅത്ത് നോക്കുകയാണെങ്കിൽ ഈ 7ൽപ്പെട്ട ഏതെങ്കിലും ഒന്നിൽ ഉൾപ്പെടും. അതുകൊണ്ടാണ് 8ാമത്തേത് എണ്ണാത്തത് എന്ന് പറഞ്ഞതുപോലെ ബഗ്ദാദ് കേന്ദ്രമായി ഉണ്ടാക്കിയതായിരിക്കുന്ന അവരും ആരുടെ ഉസൂല് തന്നെയാണ്. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, അതുപോലെ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുക്ക് സ്വന്തം ഉസൂൽ ഉണ്ടെങ്കിൽ പോലും ആ ഉസൂൽ അനുസരിച്ചാണ്, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഉസൂൽ അനുസരിച്ചാണ് മഹാനായ ഇമാം മുസനി തങ്ങൾ ഗവേഷണം നടത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഇമാം മുസനി തങ്ങളെ കുറിച്ച്
മുജ്തഹിദുൻ ഫിൽ ഫുറൂഇ ലാ ഫിൽ ഉസൂലി. ഉസൂലിൽ മുജ്തഹിദല്ല, ഉസൂലിൽ അതാരാണ്? മുഖല്ലിദാണ്. ഇതേപോലെ ബഗ്ദാദിലുള്ള കോളേജിലുള്ള ആളുകളും അവിടുത്തെ നഹ്വിയങ്ങൾ അതുപോലെ തന്നെ മിസ്രിലുള്ള ആളുകളൊക്കെ ആരെ ഉസൂൽ വെച്ചുകൊണ്ട് തന്നെയാണ്, ബസർക്കാരുടെയും കൂഫക്കാരുടെയും ഉസൂൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഗവേഷണം നടത്തിയത്. ഈ ഇജ്തിഹാദിന്റെ വാതിൽ അവർ തുറന്നു കൊടുക്കുകയും ചെയ്തിരുന്നു. അപ്പൊ ചില ശാഖാപരമായിരിക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ആർക്കുണ്ടാവാം, ബഗ്ദാദിലുള്ള ആളുകൾക്കും അതുപോലെ തന്നെ മിസ്രിൽ ആളുകൾക്കും ഉണ്ടാവാം. അത് പരിഗണിക്കപ്പെടുന്ന രൂപത്തിൽ ഇല്ലാത്തത് കൊണ്ട് ഉസൂൽ നഹ്വിൽ തന്നെ കായികയുള്ളത് ബസറക്കാരുടെയും കുഫക്കാരുടെയും ഇജ്മാ വന്നാൽ പിന്നെ മറ്റുള്ളവരുടെ ഖിലാഫ് പരിഗണിക്കേണ്ടതില്ല എന്നാണ്. ഉസ്താദ് പറഞ്ഞു ഉസൂലുൽ ഫിഖ്ഹിൽ വരാവുന്ന ചർച്ചകളെല്ലാം ഉസൂലുൻ നഹ്വിൽ വരാം എന്ന് പറഞ്ഞു. ഉസൂൽ ഫിഖ്ഹിൽ ഇജ്മാഇ ചർച്ച ചെയ്യുന്ന സമയത്ത് ഇജ്മാഇ നഖ്ല് ചെയ്യാൻ പറ്റുമോ, അതുപോലെ തന്നെ മദ്ഹബുകൾ പരസ്പരം തൽഫീഖ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചർച്ചകൾ പൊതുവിൽ ഉസൂൽ ഫിഖ്ഹിൽ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഉസൂലുൻ നഹ്വ് ഉസൂൽ ഫിഖ്ഹിലുള്ള ചർച്ചകളെല്ലാം ഇങ്ങോട്ട് ബാധകമാണെന്ന് പറയുമ്പോൾ അത്തരം ഒരു ചർച്ച ഉസൂലുൻ നഹ്വിൽ വരുന്നുണ്ടോ? അതെ, അതിൽ വരുന്നുണ്ട്. പക്ഷെ ചെറിയൊരു വർക്കുണ്ട്. അതായത് ബസറക്കാരുടെയും കൂഫക്കാരുടെയും ഇജ്മാ വന്നാൽ പിന്നെ അതിനെ നഖ്ല് ചെയ്യൽ മംനൂ ആണ്, അത് ശരിയല്ല എന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കിയതായി കാണാം. പക്ഷെ അവിടെ ഇമാം സുബ്കി തങ്ങൾ സുബ്ബാനിൽ തന്നെ കാണാവുന്നതാണ്. പറ്റില്ല, മംനൂ ആണ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വാജിബാണ് എന്ന് പറഞ്ഞാൽ ശർഈയായ ഉജൂബ്, ശർഈയായ മംനൂ എന്നതല്ല അതുകൊണ്ടുള്ള ഉദ്ദേശം. ലുഗത്തിലേക്ക് നോക്കും, ബിന്നിസ്ബിത്തുൽ ലുഗത്തിലേക്ക് നോക്കുമ്പോൾ അത് മംനൂ ആണ്, ശരിയല്ല, വേണമെങ്കിൽ തെറ്റാണ്, ഹറാമാണ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. പക്ഷെ അതോടുകൂടി ഒരാളെ പേപ്പിക്കാൻ വേണ്ടി നാം തെറ്റിച്ചുകൊണ്ടാണോ ഇബാറത്ത് വായിക്കുന്നതെങ്കിൽ, പേച്ചതെങ്കിൽ ശർഈയായ നിലക്ക് തന്നെ അവിടെ ഹുക്മ് ബന്ധിക്കുന്നതാണ്, തെറ്റ് വരുന്നതുമാണ്. അപ്പൊ ഖർഖുൽ ഇജ്മാ ഹറാമാണ് എന്ന് ഉസൂൽ ഫിഖ്ഹിൽ പറയുന്നത് പോലെ തന്നെ നഹ്വിലും ഖർഖുൽ ഇജ്മാ ഹറാം തന്നെയാണ്. ഐ മിൻ ഹൈസുൽ ലുഗത്തു. ഇൽമുൽ ഖിറാഅത്തിലൊക്കെ പറയുന്ന പോലെ ഖുർആനിൽ ചിലടുത്ത് മദ് വഖഫ് ലാസിമാണ് എന്നൊക്കെ പറയും പോലെ ആ വഖഫ് ഉപേക്ഷിച്ചതുകൊണ്ട് കുറ്റം കിട്ടില്ല എന്ന അർത്ഥത്തിലാണ്. അതേ അർത്ഥത്തിൽ തന്നെയാണ് ഇവിടെയും ഹറാമ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഫന്നിന്റെ അദബ് എന്ന നിലക്കാണ് ഹറാമ് മറ്റു കാര്യങ്ങളൊക്കെ ഹുക്കുമുകളൊക്കെ പറയുന്നത്. എങ്കിൽ പോലും ഇബ്നു ഗിനി ഖർഖുൽ ഇജ്മാ അനുവദനീയമാണ് എന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതിന് പക്ഷെ അവിടെ ഷർത്ത് വെച്ചു, മൻസൂസിനോട് നസ്സിനോട് എതിരാവരുത്. നമ്മുടെ ആയത്തിലോ ഹദീസിലോ ഒരു വിഷയത്തിൽ നസ്സുണ്ടെങ്കിൽ അവിടെ ഇജ്തിഹാദിനിക്ക് മജാലില്ല എന്നാണല്ലോ നാം സാധാരണ പറയാറുള്ളത്. അതേപോലെ തന്നെ ഒരു വിഷയത്തിൽ ഇമാമിന് ഷാഫി തങ്ങളുടെ നസ്സുണ്ടെങ്കിൽ അവിടെ മറ്റുള്ളവർക്ക് ശൈഖാനിക്കോ പറയാൻ അധികാരമില്ല എന്നതുപോലെ നസ്സിനോട് എതിരാവരുത്. അതുപോലെ തന്നെ മൻസൂസിന്റെ മേൽ ഖിയാസാക്കപ്പെട്ട വിഷയത്തിനോട് എതിരാവരുത് എന്ന ഒരു നിബന്ധന വെച്ചുകൊണ്ട് ഖർഖുൽ ഇജ്മാ പറ്റുമെന്ന് മഹാനായിരിക്കുന്ന ഇബ്നു ഗിനി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, നഹ്വിന്റെ ഉസൂലാകുന്ന അദില്ലത്തിനെ കുറിച്ചും ഇജ്മാഇനെ കുറിച്ചും ഏകദേശം ഒരു ധാരണ നമുക്ക് കിട്ടി. മറ്റു രണ്ട് കാര്യങ്ങളാകുന്ന ഖിയാസ്, ഇസ്തിസ്ഹാബുൽ ഹാല്. പൊതുവിൽ പലയിടത്തും നഹ്വിൽ ഖിയാസ് കൂടുതലാണ് എന്നൊക്കെ കാണാൻ പറ്റും. ഈ ഖിയാസ് കൊണ്ട് വിവക്ഷിക്കുന്നതും ഇസ്തിസ്ഹാബ് ഹാല് ഫിഖ്ഹിലൊക്കെ നമുക്ക് വളരെ വ്യക്തമാണ്. ഇവിടുത്തെ ഇസ്തിസ്ഹാബുൽ ഹാൽ എന്ന് പറഞ്ഞാൽ എന്താകുന്നു, ഖിയാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നൊരു വ്യക്തത. അതായത് ഖിയാസ് ഇല്ലായിരുന്നുവെങ്കിൽ നഹ്വിനിക്ക് നിലനിൽപ്പില്ല എന്ന് തന്നെ പറയാവുന്നതാണ്. ഇപ്പൊ കതബ അംറുൻ എന്ന് അറബി കലാമിലോ മൗസൂഖിയായിരിക്കുന്ന അറബി കലാമിലോ അല്ലെങ്കിൽ ആയത്തിലോ ഹദീസിലോ വന്നിട്ടുണ്ട് എങ്കിൽ കിതാബത്ത് ആരിലേക്കെല്ലാം ചേർക്കൽ സ്വഹിയാകുമോ അവിടെയൊക്കെയും ഫായിലായി വരുന്ന സ്ഥലത്ത് ഫായിലിന് റഫ് ആണ് എന്നത് ഖിയാസാക്കാവുന്നതാണ്. നസ്സായി വന്ന സ്ഥലത്ത് അതന്നെ അറിയപ്പെട്ടതായിരിക്കുന്ന നിയമത്തിനോട് ഖായിദിനോട് എതിരാവരുത് എന്നൊരു നിയമമുണ്ട്. ഇപ്പോ ഇസ്തസ്വബ, ഇസ്തൻവക്കൽ ജമൽ ഇതുപോലെയുള്ളത് സ്വർഫിയായിരിക്കുന്ന വിഷയത്തിനോട് എതിരായി വന്നതാണ്. പക്ഷെ എങ്കിൽ പോലും അത് സമാഇന്റെ മേൽ ചുരുക്കണം എന്നാണ്. അത്തരത്തിലെ
അല്ലാത്ത രൂപത്തിൽ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അതിനോട് എന്ത് ചെയ്യാവുന്നതാണ്? ഖിയാസാക്കാവുന്നതാണ്. ഫായിലിന് കുല്ലു ഫായിലും മർഫുൻ, ഫായിലിന് റഫ് ആണ് എന്നൊരു സ്ഥലത്ത് കണ്ടു കഴിഞ്ഞാൽ ഫായിൽ പോലെ തന്നെ നായിബ് ഫായിലും, നായിബ് ഫായിൽ എന്ന് പറഞ്ഞാൽ തന്നെ ഫായിലിനത്തോടെ എല്ലാ വിഷയത്തിലും പകരം വരുന്നത് എന്നാണ്. എന്നല്ല, കലാമിന്റെ റുക്കിന് എന്ന അവസ്ഥയിലേക്ക് വരെ നായിബ് ഫായിൽ ഉയരുമെന്നാണ്, ഫായിലിനെ കളഞ്ഞ് മജ്ഹൂലായ ഫീലാണെങ്കിൽ. അപ്പൊ ഫായിലിക്ക് എന്തെല്ലാം നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നമ്മൾ ഹംറിനോട് മറ്റുള്ള ലഹരി വസ്തുക്കൾ ഖിയാസാക്കുന്നത് പോലെ ഫായിലിനോട് നായിബ് ഫായിലിനെ ഖിയാസാക്കിയിട്ട് ഫായിലിനുള്ള എല്ലാ ഹുക്കുമുകളും നായിബ് ഫായിലിനിക്ക് ഉണ്ട് എന്ന് നഹ്വിങ്ങൾ പറഞ്ഞതായി കാണാം. പിന്നീട് അത് നസ്സായിട്ട് നായിബ് ഫായിലിന് റഫ് ഉണ്ടെന്ന് ഈ ഖിയാസ് നിലക്ക് സ്ഥിരപ്പെട്ട വിഷയം നഹ്വി കിതാബുകളിലൊക്കെ അത് നസ്സായി പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഫായിലിക്ക് എന്തെല്ലാം നിയമങ്ങളുണ്ടോ അതൊക്കെ നായിബ് ഫായിലിനുമുണ്ട്. കാരണം ജിഹത്തുൻ ജാമിയ കണ്ടെത്തിയിട്ട് ഇങ്ങനെയാണ് ഖിയാസ്. അപ്പോൾ അതുപോലെ തന്നെ മുബ്ത ഖബറിന് റഫ് ആണ്. അതേപോലെ തന്നെ ഫായിൽ ഹക്കീക്കിയ മുന്നത്തിലെ ഫീലിന് തായിന് കൊടുക്കൽ നിർബന്ധമുള്ള ഒരു കലാമ് അറബി കലാമിൽ കണ്ടാൽ അത്തരത്തിലുള്ള കലാമ് നമുക്കും എന്ത് ചെയ്യാവുന്നതാണ്? ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ ഇസ്തിസ്ഹാബ് എല്ലാ ഹർഫ് ഇസ്മിലുള്ള അസ്ല് ഇറാബാണ്. അതേപോലെ തന്നെ അപ്പോ ഇസ്മിലുള്ള അസ്ല് ഇറാബാണ് എന്ന് നോക്കുമ്പോൾ ഏതൊരു ഇസ്മാണെങ്കിലും മേറബായി കഴിഞ്ഞാൽ അവിടെ ചോദ്യമില്ല. മബിനിയാണെങ്കിൽ അവിടെ ചോദ്യമുണ്ടല്ലോ. ഹർക്കത്തുകളുടെ മേൽ മബിനിയാണെങ്കിൽ അവിടെ 3 ചോദ്യമുണ്ട് എന്നും, ലിമസ് ബുനിയ വലിമ ഹുരിക്ക വലിമ കാനത്തിൽ ഹർക്കത്ത് കഥ എന്ന ചോദ്യമുണ്ട്. അസിലിനെ തൊട്ട് വിട്ടത് കൊണ്ടാണ്. അപ്പൊ അസിലിനെ തൊട്ട് തെറ്റിയാൽ നാം അസിലേക്ക്, അത് ഇസ്തിസ്ഹാബ് അൽ അസിലേക്ക് മടങ്ങലാണ്. മുബ്തയിലുള്ള അസില് മുന്തലാണ്. അതേപോലെ തന്നെ ഇസ്മിലുള്ളതായിരിക്കുന്ന അസ്ല് ഇറാബാണ്, ഫീലുള്ളതായിരിക്കുന്ന അസ്ല് ബിനാ ആണ്. അപ്പോൾ ഒരു വിഷയം കൺഫ്യൂഷൻ ആകുന്ന സമയത്ത് അസ്ലിലേക്ക് മടക്കുക, ആ ഹാലിനോട് സാവസിക്കുക. ഇതാണ് ഇസ്തിസ്ഹാബ്, നമ്മുടെ ഉസൂലിൽ പറയുന്നത് പോലെ തന്നെ. ഏകദേശം ഉസൂലുൻ നഹ്വിന്റെ തഅരീഫും അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളും നമ്മൾ പരാമർശിച്ചു. വിശാലമായ ഈ ഒരു വിജ്ഞാന ശാഖയെ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ പ്രൗഢവും സമഗ്രവുമായി അവതരിപ്പിക്കുക എന്നത് അപ്രാപ്യമാണ്. അതുകൊണ്ട് വിശാലമായി പഠനം താല്പര്യപ്പെടുന്ന ആളുകൾക്ക് അതിൻ്റെ റെഫറൻസ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പഠിക്കുന്ന ആളുകൾക്കും അന്വേഷിക്കുന്ന ആളുകൾക്കും കൂടുതലായിട്ട് നോക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഏതൊക്കെയാണ് ഇതിൽ നമ്മൾ അന്വേഷിക്കേണ്ടത്, നോക്കേണ്ടത്? കാര്യമായിട്ട് നാം അതിന് റെഫറൻസ് ഗ്രന്ഥമായി നാം തിരഞ്ഞെടുക്കേണ്ടത് മഹാനായ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ ഇഖ്തിറാഹു ഫി ഉസൂലുൻ നഹ്വ്, അതായത് അതുവരെ രചിക്കപ്പെട്ട എല്ലാ ഗ്രന്ഥങ്ങളിലുമുള്ള മുൻകാലത്തുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞ എല്ലാ വിഷയങ്ങളും ഒരുമിച്ച് കൂട്ടിയിട്ട് വളരെ ചുരുക്കിയിട്ടാണ്, എന്നാൽ എല്ലാ വിഷയങ്ങളും അതിൽ ഒതുക്കിയിട്ടുമുണ്ട്. മഹാനായ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. അതിന് ഒരുപാട് നിരവധി ഷർഹുകളുണ്ട്. മഹാനായ ഇബ്നു അല്ലാൻ തങ്ങൾ തന്നെ അതിന് വിശദീകരണം ഇതിന് 1000-ലധികം പേജുകൾ കാണാവുന്നതാണ്. ഇബ്നു അല്ലാൻ എഴുതിയിട്ടുണ്ട് മഹാനായ ഇബ്നു തീബുൽ ഫാസി തങ്ങളുടെ ഷർഹ്. അപ്പോ അൽ ഇഖ്തിറാഉ ഫി ഉസൂലുൻ നഹ്വ് എന്ന ഗ്രന്ഥം നമുക്ക് റഫറൻസിന് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതേപോലെ തന്നെ അതിൻ്റെ ഷർഹുകൾ, അതിൻ്റെ ഹാഷ്യകൾ, അത് അനവധി നേരത്തെ പറയപ്പെട്ടതും അല്ലാത്തതുമായ ഇബ്നു തീബ് ഫാസി തങ്ങളുടെയും ഇബ്നു അല്ലാൻ തങ്ങളുടെ അടക്കം പല ഷർഹുകളുമുണ്ട്. അതിനു മുമ്പ് മഹാനായ ഇബ്നു ഗിനി തങ്ങളുടെ ഖസായിസ് ഉണ്ട്. അതേപോലെ ഇബ്നുൽ അംബാരി തങ്ങളുടെ ലുമഉൽ അദില്ല ഫി ഉസൂലുൻ നഹ്വ്. ഇത് സംബന്ധമായിട്ട് തന്നെ നിരവധി രചനകളും ഷർഹുകളും ഹാഷ്യകളും തക്രീറുകളും ഉണ്ട് എന്ന കാര്യം നാം ആരും മറന്നു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഉസ്താദ് പറഞ്ഞു ഇബ്നു അല്ലാൻ തങ്ങൾക്കൊരു ഷറഹുണ്ടെന്ന് പറഞ്ഞു, അതിൻ്റെ പേര് ദവാഇൽ ഫലാഹ് എന്നാണ് അതിൻ്റെ പേര്. പിന്നെ നമ്മുടെ സമയം അവസാനത്തിലേക്ക് എത്തി. നമ്മുടെ ചർച്ചയുടെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഉസൂലുൻ നഹ്വ് എന്നുള്ള ഈ ഒരു വിജ്ഞാന ശാഖ ഖുർആന്, ഹദീസ്, കലാമുൽ അറബ് ഇവ നഹ്വിനിക്ക് ഹുജ്ജത്തായിട്ട് എടുക്കാൻ പറ്റുമോ എന്ന രീതിയിലുള്ള ചർച്ചയാണ് ഉസൂലുൻ നഹ്വിൽ വരുന്നത്.
അതല്ലാതെ നേരത്തെ ഉസ്താദ് പറഞ്ഞ ഉദാഹരണം പോലെ വത്തഖുല്ലാഹ അല്ലദി തസാഅലൂന ബിഹി വൽ അർഹാം എന്ന് പറഞ്ഞതിൻ്റെ പേരിലുള്ള അത്തരം ചർച്ചകളെല്ലാം തന്നെ തഫ്സീലിയായ നഹ്വിൽ വരുന്ന ചർച്ചകളാണ്. ഇത്തരം ആയത്തുകൾ അടങ്ങുന്ന പരിശുദ്ധ ഖുർആനും ഹദീസും ഇജ്മാ എല്ലാം ഹുജ്ജത്താക്കാൻ പറ്റുമോ എന്ന രീതിയിലാണ് ചർച്ച ഉസൂൽ നഹ്വിൽ വരുന്നത് എന്നാണ് നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തതിൻ്റെ ചുരുക്കം. ഉസൂൽ നഹ്വ് എന്ന ചർച്ചയുടെ അടിസ്ഥാനമായ ലക്ഷ്യം അതിൻ്റെ ഫുറൂ ആകുന്ന നഹ്വ് രൂപപ്പെടുത്തിയെടുക്കലാണല്ലോ. ബഹുമാനപ്പെട്ട ഉസ്താദിന് എല്ലാവർക്കും പരിചയമുണ്ടായിരിക്കും. നഹ്വിൽ അൽ ബുസ്റ അടക്കം വളരെ ശ്രദ്ധേയമായ ഒരുപാട് രചനകൾ നടത്തുകയും കഴിഞ്ഞ കൊറോണ സമയത്ത് അൽ അജീബത്തു സാറ ഉസ്താദിൻ്റെ ക്ലാസ്സിൽ ശ്രദ്ധേയമായ ചോദ്യങ്ങളെല്ലാം അതിൻ്റെ ഉത്തരം ക്രോഡീകരിച്ച് അടുത്ത കാലത്ത് ഇറങ്ങിയ അൽ അജീബത്തു സാറ, അതുപോലെ തന്നെ അൽ ബുസ്റക്ക് അടുത്ത കാലത്ത് ഇറങ്ങിയ അൽ യുസ്റ അടക്കമുള്ള ശർഹുകളും ഇങ്ങനെ നഹ്വിൽ തൻ്റെ ആയുഷ്കാലം വലിയതായി ചിലവഴിക്കുന്ന മറ്റു വിഷയങ്ങളുണ്ട്. ഇതിൽ മാസ്റ്റർ പീസായിട്ട് ഉസ്താദ് ക്യാമ്പുകളായിട്ടും 16ഓളം ക്യാമ്പുകൾ ഇപ്പോൾ ഉസ്താദ് നഹ്വിൽ പലയിടങ്ങളിലായിട്ട് നടത്തുകയുണ്ടായി. അപ്പോൾ നമ്മുടെ ഈ ഒരു നഹ്വ് പഠനം നമ്മുടെ അടിത്തറയാണ്, എല്ലാ ഫുനൂനിലേക്കുള്ള സുല്ലമാണ് എന്ന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഖൗല് ഉസ്താദ് ഉദ്ധരിക്കുകയുണ്ടായി. അതുകൊണ്ട് മുതഅല്ലിമീങ്ങളോടും മറ്റൊക്കെ നഹ്വ് സംബന്ധിയായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ തംബീഹ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഉപകാരപ്രദമാവും. 2-3 വിഷയമാണ്. ഒന്ന്, നമ്മൾ നേരത്തെ ഓർമ്മപ്പെടുത്തിയല്ലോ, 3 ദിവസം അല്ലെങ്കിൽ 7 ദിവസമൊക്കെ നടത്തപ്പെടുന്ന ക്യാമ്പ് എന്ന് പറഞ്ഞത് നഹ്വിലെ എല്ലാ വിഷയങ്ങളും കൂടി തഫ്സീൽ ചെയ്യുക എന്നതല്ല എന്ന് എല്ലാവർക്കും അറിയാം. നഹ്വിൻ്റെ നിർവചനമാണ് ഇൽമും ബി ഉസൂൽ യൂറഫ് ബിഹ അഹ്വാലു അവാഖിരിൽ കലിം ഇറാബം വ ബിനാൻ. ഇത് സംബന്ധമായി ഇതിന് ബേസിക് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ക്യാമ്പ് നടക്കാറുള്ളത്. 3 സെഷനുകളായിട്ടാണ് നടക്കാറുള്ളത്. ഒന്ന്, കലിമത്തിൻ്റെ ഡെഫിനിഷനും അതിൻ്റെ കിസ്മുകളും അത് സംബന്ധമായ വിശദീകരണം ഒന്ന്. രണ്ടാമതായി കലിമത്തിൻ്റെ ആഖിർ എന്താന്നുള്ളത് ബയാൻ ചെയ്യും, രണ്ടാമത്തെ സെഷൻ അങ്ങനെ. മൂന്നാമത്തെ സെഷൻ അൽ ഹജ്ജ് അറഫ എന്നതുപോലെ അൻ നഹ്വു അൽ ഇറാബു വൽ ബിനാഉ. കലിമത്തിൻ്റെ ആഖിർ എന്നുള്ള ജാനി അഹ്മദ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അവസാനം ദാലാണ്, ശേഷം ഒന്നുമില്ല. ജാനി സെയ്ദുൻ എന്ന് പറയുമ്പോൾ ദാലാണ്, പക്ഷേ ശേഷം തെൻവീനുണ്ട്. ബരിക്ക നെഹ്റുഹു ഷാബ കർണാഹ എന്നൊരാൾക്ക് പേര് വെച്ചു എന്നൊക്കെ, ജവഹർലാൽ നെഹ്റു എന്നൊക്കെ പേരുണ്ടല്ലോ. ബരിക്ക നെഹ്റു എന്ന് പേര് വെച്ച് ജാനി ബരിക്ക നെഹ്റു റൈത്ത് ബരിക്ക നെഹ്റു എന്ന് പറയുമ്പോൾ അതിൻ്റെ അവസാനത്തെ അർഫായിട്ട് ചില ആളുകൾ പറഞ്ഞത് റാ ആണ്, പക്ഷെ ഇപ്പുറത്ത് ഹു ഉണ്ട് എന്നല്ല. ചില ആളുകൾ മസ്ജിയായ മുറക്കബും ഇലാഫിയാലമും തമ്മിൽ ഫർക്ക് പറഞ്ഞെടുത്ത് 2 ഇസ്മിനെ പിടിച്ച് ഒറ്റ ഇസ്മാക്കുക, എന്നിട്ട് രണ്ടാമത്തെ ഇസ്മിൽ ഇറാബ് കൊടുക്കുക എന്നാണ് മസ്ജിയായ മുറക്കബ്. ഇലാഫിയാലമെന്ന് 2 ഇസ്മിനെ പിടിച്ച് എന്താക്കുക, ഒറ്റ ഇസ്മാക്കുക, എന്നിട്ട് ഇറാബ് 1ാമത്തെ ജുസിൽ കൊടുക്കുക. അപ്പൊ ജാനി അബ്ദുള്ള എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ അടിമ ഒന്നുമില്ല, മുലാഫും മുലാഫിയിലാണ്, ഒറ്റ ഇസ്മിനെ അബ്ദുള്ള ഒന്നു എന്നാണ്. അപ്പൊ അതിന്റെ ആഖിർ അബ്ദു എന്നൊരു ദാലായി മാറിയിട്ടുണ്ട്. അത് നടുവിലെത്തി. മുമ്പ് ഒരു സ്ഥലത്ത് ഒരു കോളേജിൽ സെലക്ഷൻ വന്നപ്പോൾ ഒരാൾ അൽഹംദുലില്ലാഹി അലാ അൻആമു എന്ന് ചോദിച്ചപ്പോൾ ഉസ്താദ് ചോദിച്ചു, എടാ ജെറിന്റെ അർഫില്ലേ എന്ന് ചോദിച്ചു. അപ്പം മൂപ്പരും അൽഹംദുലില്ലാഹി അലാ ഇൻആമു എന്ന് ചോദിച്ചു. ആ മൂപ്പര് ജെറ് കൊടുത്തത് തുടക്കത്തിലാണ്. പക്ഷെ ആ ആളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല, കാരണം നമ്മൾ പറഞ്ഞപ്പോൾ അവിടെ തീരേണ്ട ആഖിർ നടുവിലെത്തിയിരുന്നു. അപ്പൊ ആഖിർ എന്താന്നുള്ളത് എന്ത് ചെയ്യും, ഒന്ന് ലൊബുത്താക്കും. പിന്നെ ഇറാബ് എന്താ, ബിനാ എന്താ, ഞാൻ നിർത്തുന്നു. ഇറാബ് സാധാരണ പറയാറുള്ള നിർവചനം അസറുൻ ലാഹിറുൻ ഔ മുഖദ്ദറുൻ യജ്രിബുൽ അവാമിലു ഫി ആഖിറിൽ കലിമത്തി എന്നാണല്ലോ. ബിനായന് സബ്ബാനടക്കം പറഞ്ഞ നിർവചനമൊക്കെ അവർ പറഞ്ഞ നിർവചനം ഒന്നും ഒരു മർലി അല്ലാത്ത രൂപത്തിൽ തോന്നാറുണ്ട്. അതിന് തോന്നാൻ പല കാരണങ്ങളുമുണ്ട്. അതിന് ഈറാബിന് നേരെ ഓപ്പോസിറ്റിൽ പറഞ്ഞ നിർവചനം അസറുൻ, ബിനായിന് നിർവചനം അസറുൻ ലാഹിറുൻ മുഖദ്ദറുൻ, അസറുൻ ലാഹിറുൻ ഔ മുഖദ്ദറുൻ ലാസിമുൻ ലി വൈരി ആമിലിൻ ഫി ആഖിറിൽ കലിമത്തി. പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം കൂടി, ഈറാബ് 4 ഉണ്ട്, ബിനാ 4 ഉണ്ട്. ഈറാബ് അസ്ലിയുൻ ലാഹിർ, ഈറാബ് അസ്ലിയുൻ മുഖദ്ദർ, ഈറാബ് ഫർഇയുൻ ലാഹിർ, ഈറാബുൻ ഫർഇയുൻ മുഖദ്ദർ, ബിനാഉൻ അസ്ലിയുൻ ലാഹിർ, ബിനാഉൻ അസ്ലിയുൻ മുഖദ്ദർ, ബിനാഉൻ ഫർഇയുൻ ലാഹിർ, ബിനാഉൻ ഫർഇയുൻ മുഖദ്ദർ. ഇൻഷാ അല്ലാഹ് വിശദീകരണം സമയമില്ലാത്തതുകൊണ്ട് ഉദാഹരണ സഹിതം പറയേണ്ടതാണ്, സമയമില്ലാത്തതുകൊണ്ട്
അൽഹംദുലില്ലാഹ് നമ്മുടെ ഉസൂലുൻ നഹ്വിനെ കുറിച്ച് മൻ ജഹിലൽ ഉസൂല ഹുരിമൽ ഉസൂൽ എന്നാണല്ലോ അയിമത്ത് പറഞ്ഞിട്ടുള്ളത്. ആ ഉസൂലുൻ നഹ്വിനെ കുറിച്ചും നഹ്വിനെ കുറിച്ചും ചെറിയ രൂപത്തിലും ഉസൂലുൻ നഹ്വിനെ കുറിച്ച് വിശാലമായ രൂപത്തിലും ബഹുമാനപ്പെട്ട ഉസ്താദ് ഇവിടെ നമ്മോട് അവതരിപ്പിച്ചു. അള്ളാഹു ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ.